വനിതകൾക്കൊക്കെ വളരെ സന്തോഷം വരുന്ന ദിവസമാണെന്ന് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ഇന്നു മുതൽ തുടങ്ങുന്നു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് രാവിലെ 8:30 മണിക്ക് തിരുവനന്തപുരത്താണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുക. തമ്പാനൂർ മുതൽ സെക്രട്ടേറിയറ്റ് വരെ മുഖ്യമന്ത്രി ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നുവെന്നും വിവരമുണ്ട്. തമ്പാനൂരിലെ ഡിപ്പോ ഉദ്ഘാടന വേദിയിൽ നിന്ന് മേഘന മുരളി ചേരും. അതുപോലെ തൃശ്ശൂരിൽ നിന്ന് അസിത സഹീറും, കൊച്ചിയിൽ നിന്ന് കൃഷ്ണ ചെറിയാനും, അങ്കമാലിയിൽ നിന്ന് ലിഡിയ ജേക്കബും, കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രിയും, ആലപ്പുഴയിൽ നിന്ന് ആനമരിയ സണ്ണിയും, കോട്ടയം നിന്ന് ശ്രീനിധി പ്രദീപും, തൊടുപുഴയിൽ നിന്ന് സൂര്യശ്രീയും, മലപ്പുറത്ത് നിന്ന് വർഷ ഗിരീഷും, കോഴിക്കോട് നിന്ന് ദിലീഷ തിലകനും, അതുപോലെ തമ്പാനൂരിൽ നിന്നൊരു പുരുഷൻ ഷെബീദ് റാവുത്തർ ചേരും. ബാക്കിയെല്ലാം നമ്മുടെ വനിതാരത്നങ്ങളാണ്. ഗുഡ് മോർണിംഗ് വനിതാരത്നങ്ങൾ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങളെ ഇത്രയും പേരെ ഒന്നിച്ച് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത സുഖം. ആ സുഖം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ നമുക്കൊപ്പം തത്സമയം ചേരുകയാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഡേ ആണെന്ന് തോന്നുന്നു. ഗുഡ് മോർണിംഗ് ശ്രീ CP ജോൺ. എന്തായാലും താങ്കളുടെ ദിവസമാണെന്ന് കരുതുന്നു ഞാനിന്ന്. അപ്പോൾ ആമുഖമായി താങ്കൾ എന്ത് പറയും ഈ ഒരു സൗജന്യ യാത്രയെക്കുറിച്ച്? ചില അലോസരങ്ങളൊക്കെ അങ്ങേക്ക് പൊങ്ങി വരുന്നുണ്ട്, അതൊന്നും കാര്യമാക്കേണ്ട. ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ എന്തായാലും 6 മലയാളിക്ക് 100 പ്രശ്നങ്ങൾ എന്ന് പറയുന്ന പോലെ പറഞ്ഞോളൂ. ഇത് നമ്മുടെ പൊതുഗതാഗത ചരിത്രത്തിലെ ഒരു സുപ്രധാനമായ നാഴികക്കല്ലാണ്. കൃത്യമായിട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ 1938 നമ്മുടെ പൊതുഗതാഗത സമ്പ്രദായം നമ്മുടെ ട്രാവൻകൂർ ട്രാൻസ്പോർട്ട് എന്ന രീതിയിൽ തുടങ്ങിയത്. ചിത്രത്തിരുന്നാളാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അന്ന് ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്ന വണ്ടികൾ അല്ലെങ്കിൽ അതിൻ്റെ ഷാസി ഇവിടെ പണിത് യാത്ര നടത്തുകയാണ് ചെയ്തത്. ചെറിയൊരു ദൂരം കവടിയാർ പാലസ് വരെയാണ് അന്ന് നടത്തിയത്. ഇന്നിപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്കാണ് പോകുന്നത് തമ്പാനൂരിൽ നിന്ന്. എന്തായാലും ഇതൊരു ചരിത്ര ദൗത്യമാണ്. ആദ്യമായിട്ട് നമ്മൾ ഫ്രീ ട്രാവൽ എന്നുള്ള കോൺസെപ്റ്റ് യാതൊരു നിബന്ധനകളുമില്ലാതെ, അതായത് APL BPL വ്യത്യാസമില്ലാതെ, ചെറുപ്പക്കാർ പ്രായമായവർ എന്നുള്ള വ്യത്യാസമില്ലാതെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് എല്ലാം സൗജന്യ യാത്ര ഉറപ്പായി കഴിഞ്ഞു ട്രാൻസ്പോർട്ട് നമ്മുടെ KSRTCക്ക് അകത്തെങ്കിലും. അപ്പോൾ ഇതൊരു വലിയ സക്സസ്സാണ്. മാത്രമല്ല തൊഴിലെടുക്കുന്ന സ്ത്രീകൾ, വർക്കിംഗ് വിമനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളത്തിൽ ഇന്നലെ ഒരു പ്രസിദ്ധയായ പത്രലേഖ എന്നോട് പറഞ്ഞു, മാനില എന്നോട് പറഞ്ഞു, ബസ് കാശ് എന്നുള്ളതൊരു മലയാള വാക്കാണ്. തൊഴിലാളികൾക്കിടയിലെ ഒരു സാധാരണ പദമാണ് ബസ് കാശ്. എന്താണ് പോവാതിരുന്നത്? ആശുപത്രിയിൽ പോകാതെ ബസ് കാശില്ലായിരുന്നു. അല്ലെങ്കിൽ ഒരു ചെറിയ ജോലി കിട്ടി, ആ ജോലി കിട്ടിയാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കോട്ടയത്തൊരു ജോലി കിട്ടി, അപ്പോൾ പിന്നെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിൽ നിന്നോ ഒക്കെ വരുന്നാൽ ബസ് കാശ് കൊടുത്താൽ മുതലാവില്ല. അപ്പോൾ ആ തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ആ തൊഴിലിടത്തിലേക്ക് പോകാനുള്ള ആ ബസ്സിൻ്റെ കാശ് അല്ലെങ്കിൽ വണ്ടിക്കൂലി അത് മുതലാകാത്തതാണ് നമ്മുടെ നാട്ടിലെ പല ആളുകൾക്കും ഒന്ന് മൊബിലിറ്റി നഷ്ടപ്പെടാനുള്ള കാരണം. ഈ സാഹചര്യത്തിൽ ആശുപത്രിയിലേക്ക് പോകാനും തൊഴിലിടങ്ങളിലേക്ക് പോകാനും വിദ്യാർത്ഥിനികൾക്ക് സ്കൂളിലേക്ക് പോകാനും ഒക്കെ തന്നെ വളരെ വലിയൊരു ആനുകൂല്യം വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇന്നിപ്പോൾ കോളേജുകൾ എന്ന് പറയുന്നത് അംഗീകൃത കോളേജുകൾ മാത്രമല്ല, ധാരാളം ട്രെയിനിങ് സെൻറ്ററുകളുണ്ട്. ആ ട്രെയിനിങ് സെൻറ്ററുകളിലേക്ക് പോകുന്നതിനും ഇപ്പോൾ ഇത് സൗജന്യമായിട്ട് പെൺകുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വലിയ ദൂരവ്യാപകമായ എന്നൊക്കെ നമ്മൾ പത്രഭാഷയിൽ പറയുന്ന പോലെയുള്ള നല്ല ഇമ്പാക്റ്റ് നമ്മുടെ ഇക്കോണമിയിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ ബജറ്റിൽ, ഇപ്പോൾ നമ്മുടെ ബജറ്റ് വരാൻ പോകുന്നു, കുടുംബ ബജറ്റിൽ ഇത് വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ്റിന് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിൻ്റെ പബ്ലിക് ഫിനാൻസിന് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയേണ്ടതായിട്ട് വരും. പക്ഷേ ഗവൺമെൻറ് വളരെ ഉദാരമായ രീതിയിൽ ധനവകുപ്പ് മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്തതെന്ന് ശ്രീയുടെ നേർക്കും നമുക്കെല്ലാം അറിയാം. ആ മുഖ്യമന്ത്രി വളരെ വേഗം എന്നെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ഫയലുകളെല്ലാം മൂവ് ചെയ്തു, പണം കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്തു. KSRTCയുടെ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും ഒരു വലിയ ഭാഗം കൊടുക്കുന്നത് ഇപ്പോഴും ഗവൺമെൻറ്റാണ്. അത് മുൻകാലത്തെ ഗവൺമെൻറ് അങ്ങനെയാണ് ചെയ്തത്. അതിന് പുറമേ ഒരു 60 കോടിയിലധികം രൂപ എല്ലാ മാസവും, എളുപ്പത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാനാണെങ്കിൽ 2 കോടി ഒരു ദിവസം നമുക്ക് ഈ കാര്യത്തിൽ ചെലവുണ്ട് ഏകദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.